Okay, thank you. Okay. So for drawing a time displacement curve for a particle undergoing simple harmonic motion, let's consider a spring mass system. അതായത് ഒരു മാസ് ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് it is connected to the end of a spring and other end of the spring is fixed. So if we pull this spring, pull the spring downward in the downward direction, in vertical direction, after pulling it will undergo oscillation like this at next second. അതായത് അടുത്ത സെക്കൻഡിൽ സ്പ്രിങ് മുകളിലോട്ട് പോകും. അതായത് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഈ സൈഡിലേക്ക് താഴോട്ടോ മുകളിലോട്ടോ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കൺസിഡർ ദാറ്റ് ഇഫ് വി ആർ അപ്ലൈങ് ഫോഴ്സ് അപ്വാർഡ്, then spring will go in a second the spring will go upward and go and it reach an extremum position at this extremum position. This is consider that this is the extreme position. After reaching the extremum position, അതായത് നമ്മൾ ഒരു സ്പ്രിങ്ങിന് മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ അത് ജസ്റ്റ് മുകളിൽ ചെന്നിട്ട് അതിനൊരു എക്സ്ട്രീം പൊസിഷൻ അറ്റ്ലാസ്റ്റ് എക്സ്ട്രീം പൊസിഷൻ എത്തുന്നു. അത് തിരിച്ച് ഓസിലേറ്റ്, ഇറ്റ് അണ്ടർഗോ ഓസിലേഷൻ ഇൻ വെൻ ടൈം ഗോസ്, സമയം കഴിയും തോറും ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ, കം ബാക്ക് ടു സം ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഗോ. ആ ഇക്വിലിബ്രിയം പൊസിഷൻ പിന്നെ കുറച്ചും കൂടെ താഴെ പോകും. നമ്മൾ എത്രത്തോളം മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ഹൗ മച്ച് വി അപ്ലൈ ഫോഴ്സ് ഓൺ വെർട്ടിക്കലി അപ്പ്, ഇറ്റ് വിൽ ഗോ സച്ച് ഡിസ്പ്ലേസ്മെന്റ്. അത് അത്രത്തോളം ദൂരം അത് താഴോട്ടും ഇക്വിലിബ്രിയം പൊസിഷൻ താഴോട്ടും സഞ്ചരിക്കും. ആൻഡ് ഇറ്റ് വിൽ റീച്ച് അനദർ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഇറ്റ് വിൽ അണ്ടർഗോ ഓസിലേഷൻ ലൈക്ക് ദിസ്. It will again oscillation. So if we draw, consider this is the time axis. So if we draw the vertical displacement as this, that means if we draw this vertical axis, this is the vertical displacement x of t and this is the time, then we can imitate this thing. അത് ഇതുപോലെ തന്നെ ദിസ് ഈസ് ദ വെർട്ടിക്കൽ പൊസിഷൻ. ഇത് ഓരോ പോയിന്റും മാർക്ക് ചെയ്യുന്ന പിന്നെ ഈ മാസിന്റെ വെർട്ടിക്കൽ പൊസിഷനാണ്. സോ വി ക്യാൻ ഡ്രോ ദിസ് ആസ് എ സൈൻ കർവ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് ഓഫ് an SHM can be represented as a sine curve. We already derived that displacement of, അതായത് displacement of a particle which undergoing SHM is given by a sin omega 0 t plus phi, and we know that the curve of the sine curve, sinusoidal curve look like this. അതായത് ഒരു sinusoidal function curve should be look like this. So now we know that the displacement time curve of a simple harmonic motion look like this. Okay. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പഠിച്ചു. പക്ഷെ എപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ട്രൈ ടു ഓസിലേറ്റ് എ സിമ്പിൾ പെൻഡുലം or if we try to oscillate a swing, what happens when time goes, അതായത് സമയം കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് മെല്ലെ ഇത് ഓസിലേറ്റ് അവസാനം എനർജി ഡൈ ഔട്ട് ചെയ്യും. ഇതിൻ്റെ എനർജി ആംപ്ലിറ്റ്യൂഡ് ഒക്കെ കുറഞ്ഞ് ഇറ്റ് വിൽ ഡൈ ഔട്ട്. സമയം കഴിയും തോറും ഇറ്റ് വിൽ റീച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. വൈ? ബിക്കോസ് ഓഫ് ദ മീഡിയം. അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിൽ ഈ സ്പ്രിങ്ങിനെ അല്ലെങ്കിൽ ഈ പിന്നെ സിമ്പിൾ ഹാർമോണിക് സിമ്പിൾ പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്യുന്നു എന്നനുസരിക്കും, ഡിപ്പെൻഡഡ് ഓൺ ദ മീഡിയം വിച്ച് വി ആർ ഓസിലേറ്റിംഗ് വിത്ത്. അതായത് നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുത്തു, വി ഓസിലേറ്റ് ഇറ്റ് ഇൻ എയർ. നമ്മൾ സാധാരണ എയറിൽ വെച്ച് ഓസിലേറ്റ് ചെയ്തു, it will oscillate and die out when time goes on. Take that same simple pendulum and dip it in water and try to oscillate it. It will die out fastly than when it is in air. അതായത് എയറിൽ എത്രത്തോളം ഓസിലേറ്റ് ചെയ്യുന്നു അതിനേക്കാളും മുമ്പ് തന്നെ വാട്ടറിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലം ഡൈ ഔട്ട് ചെയ്യും. അതായത് ഡിപ്പെൻഡഡ് ഓൺ മീഡിയം ഒരു ഡാമ്പിങ് ഫോഴ്സ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ഓസിലേഷൻ, അതായത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ഐഡിയൽ കേസാണ്. അതായത് നമ്മൾ സ്പേസിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ വി ട്രൈ ടു ഓസിലേറ്റ് എ spring mass system in space, it will constantly, it will for infinite time, it will oscillate like this. But in real life situation, we only get damped harmonic oscillator. A damping force
will resist the movement of the system. Okay. So, and this damping force will proportional to velocity. എത്രത്തോളം വെലോസിറ്റി, വെൻ വെലോസിറ്റി ഇൻക്രീസസ് ദിസ് ഡാമ്പിംഗ് ഫോഴ്സ് വിൽ ഇൻക്രീസ്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് എ ബോഡി ഈസ് മൂവിങ് ഇൻ എയർ ഓർ വാട്ടർ, ഉദാഹരണത്തിന് നമ്മളിപ്പം പിന്നെ വെൻ വി ആർ സ്വിമ്മിങ്, നമ്മൾ നീന്തുന്ന സമയത്തൊക്കെ നമ്മൾ എത്രത്തോളം സ്പീഡിൽ പിന്നെ ട്രൈ ടു മൂവ് ഇൻ വാട്ടർ അത്രത്തോളം ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യും, എക്സൈഡ് ഫീൽ ചെയ്യും. സോ വി ക്യാൻ സേ is directly proportional to negative of velocity, because the force is directly opposite to the direction of velocity. ഏത് സൈഡിലേക്കാണോ ഒബ്ജക്റ്റ് ഒരു മീഡിയത്തിൽ കൂടെ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് ദ ബോബ് ഓഫ് എ പെൻഡുലം, ഇഫ് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം, അതായത് ഒരു പെൻഡുലത്തിന്റെ ബോബ് ആയാലും സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലെ മാസ് ആയാലും മാസ് ഓഫ് ദി പാർട്ടിക്കിൾ സച്ച് എ മാസ് ആയാലും, where the velocityക്ക് എതിരായിട്ട് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഫീൽ ചെയ്യും. ദിസ് ഡാമ്പിംഗ് ഫോഴ്സ് is proportional to negative of velocity. So common, we always do that. If we get a proportionality sign, we put a constant minus b, or അതായത് ഒരു ഈക്വാലിറ്റി സൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. അതായത് മൈനസ് ബി എന്നാണ് കോൺസ്റ്റന്റ് വരിക, മൈനസ് ബി എന്ന് ആഡ് ചെയ്യുന്നു. ആ കോൺസ്റ്റന്റിന്റെ പേര് സച്ച് എ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. B is called damping constant. Okay, now we get two forces on the particle undergoing a oscillatory harmonic motion. First is restoring force. For a spring mass system, first thing we got for a oscillatory body is restoring force. Now in a real life situation we get the damping force. So the total force on the body F, we can write as, we already know that what is restoring force in a spring, minus kx minus b dx by dt. Dx by dt means velocity. We already minus bv equal to minus b dx by dt. Okay. Already we yesterday derived that F can be, the force can be defined as mass into acceleration, F equal to ma from Newton's second law. So we can write this equation as m d square x by dt square equal to minus kx plus minus kx minus b dx by dt. Or we can write this as m d square x by dt square equal to m d square x by dt square plus take minus kx to this side, take minus b dx by dt to this side, kx plus b dx by dt equal to 0, and divide the whole equation with m. So we get m d square x by dt square. Initially we write this term, b by m, we have to divide with m, so the m will cancel out. Okay, d square x by dt square plus b by m dx by dt plus k by m x equal to 0. This is a second order differential equation. So we want to put some constant. Take that, അല്ലെങ്കിൽ നമ്മൾ ചില കോൺസ്റ്റൻസ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Take that b by m equal to, we know b is a constant, damping constant, m mass is also constant. So take that b by m is equal to 2 gamma, where gamma is the that constant is called damping coefficient.
And also we also in the simple harmonic motion equation derive ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ചെയ്താണ് റൂട്ട് കെ ബൈ എമ്മിന് ഒമേഗ സീറോ എന്ന് ഇട്ടു, അല്ലെങ്കിൽ കെ ബൈ എം ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ എന്ന് ഇട്ടു. സോ this equation will നമുക്ക് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. We can rewrite this differential equation into this. d square x by dt square plus 2 gamma dx by dt plus omega 0 square x equal to 0. This is the differential equation representing a damped harmonic oscillator. Differential equation representing damped harmonic oscillator. Okay. ഓക്കെ, പറയുന്നൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് രാഹുൽ സാർ ആരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ? നോട്ട് കിട്ടിയിട്ടില്ല? ഓക്കെ ഓക്കെ, അത് നോക്കാം. ഓക്കെ, നോട്ട് താമസിയാതെ കിട്ടും. നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അപ്പോൾ നോട്ട് താമസിയാതെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇത് വായിക്കുമ്പോൾ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഈ ഗൈഡോ എന്തെങ്കിലും ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ടെക്സ്റ്റോ ഗൈഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ, ഓൾറെഡി അപ്പം ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം പറയുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടെസ്റ്റ് എല്ലാവരുടെയും കയ്യിലും ഓക്കെ. നോട്ട് എന്തായാലും തരും, കുഴപ്പമില്ല. നോട്ട് എന്തായാലും തരും. നോട്ട് ഓൾറെഡി PDF ആക്കി അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മൊഡ്യൂളിന് മൊത്തം നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുമായിരിക്കും. ഓക്കെ, നമുക്ക് തിരിച്ച് പ്രസൻറ്റേഷനിലേക്ക് തന്നെ പോകാം. Okay, so we got a differential equation which representing damped harmonic oscillator. So we want to solve it. How can we solve it? Such a differential equation. Differential equation solve ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചിലപ്പം കഴിഞ്ഞ സെമിലോ അല്ലെങ്കിൽ ഈ സെമിലോ ഒക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസംപ്ഷൻ നടത്തും. We assume that the solution is form of a e raised to alpha t. അതായത് നമ്മൾ സാധാരണ മാത്തമാറ്റിക്സ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നമുക്കൊരു വേരിയബിൾ ഒരു സംഭവം അറിയില്ലെങ്കിൽ നമ്മൾ അതിനൊരു വേരിയബിൾ എക്സ് എന്ന് കൊടുക്കുന്ന പോലെ വി അസ്യൂം ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2 ഗാമ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. We assume that solution of this differential equation is this, that is x equal to a e raised to alpha t. If x equal to a e raised to alpha t, then what is dx by dt? We know differentiate this function a into e raised to alpha t. The differential of e raised to alpha t is e raised to alpha t into differential of alpha t. That means alpha. So we get a e raised a alpha e raised to alpha t, or alpha into e raised to alpha t. What is a e raised to alpha t? This is already we defined this as x. So this is x. So we can write dx by dt equal to alpha x. Okay. Then we only then we want the second order differential. What is d square x by dt square? D square x by dt square is given by d by dx of x.
or d by dx of dx by dt, അതാണല്ലോ dx by dt square. So d square x by dt square എന്ന് പറഞ്ഞാൽ d by dx of dx by dt അല്ലെ dx by dt വരും alpha x. It is given by alpha into dx by dt. What is dx by dt? We know that dx by dt is given by alpha x. So alpha into alpha x, that is alpha square x. So we got the solution as ds, not solution. We assume that x equal to a raised to alpha t. നമ്മൾ x നെ a raised to alpha t ആണെന്ന് assume ചെയ്തു. അങ്ങനെയാണെങ്കിൽ if x equal to a raised to alpha t, then dx by dt equal to alpha x and d square x by dt square equal to alpha square x. Then put this our findings, അതായത് x ന് പകരം x, ഇവിടെ x ഉണ്ടല്ലോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, there is x in this differential equation. Substitute the value of x here, substitute the value of dx by dt that we find here into this equation, and resubstitute the d square x by dt square we find here in this equation. That is, here is a e raised to alpha t, put here as alpha x, and put here as alpha square x. Okay, now don't put here, remain it as x. Okay, then we will get we have the equation as d square x by dt square plus 2 gamma dx by dt plus omega square x equal to 0. In the place of d square x by dt square, we put that alpha square x plus 2 gamma into, in place of dx by dt യുടെ സ്ഥലത്ത് നമ്മൾ ഇടുന്നു alpha x plus omega square x equal to 0. Divide this whole equation with x. x കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. What happens? x കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്താൽ ഈ എക്സും അടിയിൽ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് വരും, അതും കട്ട് ചെയ്യും, ഈ എക്സ് കട്ട് ചെയ്തു, ഈ എക്സ് കട്ട് ചെയ്തു. So what happens? We get the equation alpha square plus 2 gamma plus omega 0 square equal to 0. Okay, this is in the form of a quadratic equation. We already learned what is 2 gamma alpha plus omega 0 square. So this is form of a quadratic equation of form ax square plus bx plus c equal to 0. What is the solution of such a quadratic equation? You know that x equal to minus b plus or minus root of b square minus 4ac by 2a. So what is a here? Here a is equal to 1 in this quadratic equation. Here b is equal to 2 gamma and c is equal to omega 0 square. So we substitute. So the solution of this equation in terms of alpha is given by alpha equal to minus 2b or minus 2 gamma plus or minus root of 4 gamma square minus 4 omega square, omega 0 square divided by 2, which is equal to minus gamma plus or minus, divide this 2 and this 2 will cut out, and take the 4 outside of the square root, then it will become as 2 into 4 outside of square root, it will become 2 into gamma square minus omega 0 square. So it will become like this, omega 0 square. So we have two values for the alpha. നമുക്ക് ആൽഫയ്ക്ക് രണ്ട് വാല്യൂസ് കിട്ടി നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. അതായത് ആൽഫ ഈക്വൽ ടു മൈനസ് ഗാമ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സ്ക്വയർ മൈനസ് ഒമേഗ 0 square. So what we assumed as solution? We assumed solution as x equal to a e raised to alpha t. So we got one solution as x1 equal to, put the one value of alpha, that is alpha ഒരു value then കൊടുക്കുക. Then x1 equal to, we can write a1 into e raised to minus alpha plus root of, sorry, minus gamma plus root of gamma square minus omega 0 square into t, or
x2 equal to some another constant a2 into e raised to minus gamma minus. It is, you know, here plus or minus. Alpha has two solution, plus or minus. So we put that for x1, we put minus gamma plus. For x2, we put minus gamma minus root of gamma square minus omega 0 square into t. So the general solution. So if ഇങ്ങനെയുള്ള മെത്തേഡ്, അതായത് ഇങ്ങനെ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു സം x1 into x1 into x2 ദാറ്റ് ഈസ് ഈക്വൽ ടു a1 e raised to minus gamma plus root of gamma square minus omega 0 square t plus a2 into e raised to minus gamma minus of gamma square minus omega 0 square, omega 0 square into t. So this is the solution of the second differential equation or second order differential equation which represent a damped harmonic oscillator. ഒരു damped harmonic oscillatorന്റെ ഓസിലേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, അതായത് എക്സ് അറ്റ് ടൈം ടി ഈസ് ഗിവൺ ബൈ a1 e raised to minus gamma plus root of gamma square minus omega 0 square t plus a2 e raised to minus gamma minus root of omega square gamma square minus omega 0 square t. This is the general equation, but it is complex. ഇത് ഭയങ്കര കോംപ്ലക്സ് ആണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്. സോ വാട്ട് വി ഡു, സോ ബേസ്ഡ് ഓൺ ഗാമ, ഈ ഗാമയുടെ വാല്യൂ ബേസ്ഡ് ഓൺ റിലേറ്റഡ് ടു ഗാമ ആൻഡ് ഹൗ ഇഫ് ഗാമ ഇസ് റിലേറ്റഡ് ടു ഒമേഗ 0 അല്ലെങ്കിൽ ഇത് if it is greater than omega 0 or it is equal to omega 0. What is omega 0? Omega 0 we already know. Omega 0 will root of k by m, which is the angular frequency, natural free angular frequency of a harmonic oscillator. That is damping absent. If damping is not present, the oscillator will undergo oscillation in this angular frequency. So we know that omega 0 equal to root k by m. So how much damping? The damping coefficient നാച്ചുറൽ ഫ്രീക്വൻസിയോ ഹാർമോണിക് ഓസിലേറ്ററും തമ്മിലെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഡിസ്പ്ലേസ്മെന്റ് ഈ സൊല്യൂഷനെ നമുക്ക് മൂന്നായി തിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ തന്നെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഹൈ ഡാമ്പിങ്, കൂടാതെ ലോ ഡാമ്പിങ്, കൂടാതെ തന്നെ ക്രിട്ടിക്കൽ ഡാമ്പിങ്, അങ്ങനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹൈ ഡാമ്പിങ്, അല്ലെങ്കിൽ എന്താണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്, എന്താണ് ലോ ഡാമ്പിങ്. ആ സമയത്തൊക്കെ ഈ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എങ്ങനെയൊക്കെ മാറും, ഹൗ ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വിൽ ചേഞ്ച്. കൂടാതെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്കൊരു സിംപ്ലിഫൈഡ് ഇക്വേഷനിലേക്ക് പല കേസിലും, ഇപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണെങ്കിൽ ഏത് ഇക്വേഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ഇക്വേഷൻ കിട്ടും, വാട്ട് വി വിൽ ഗെറ്റ് ഫോർ ദി ഹൈ ഡാമ്പിങ്, ലോ ഡാമ്പിങ്, എക്സെട്ര ആൻഡ് എക്സെട്ര. ആൻഡ് വി വിൽ ഡിസ്കസ് വാട്ട് വിൽ ബി ദ ടൈം ഡിസ്പ്ലേസ്മെന്റ് കർവ്. We already today we derived that the time displacement curve of a simple harmonic motion look like this. It is a simple sinusoidal curve, or sinusoidal curve ആണ്. But what is the case of a damped harmonic oscillator? ഒരു damped harmonic oscillator കേസിൽ എന്താണ് സംഭവിക്കുക? If damping is high, if damping is low, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന്റെ സമയത്ത് ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതൊക്കെ നിങ്ങളുടെ KTU എക്സാം പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അതായത് മൂന്ന് കേസിലെയും, അതായത് ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിലെ മൂന്ന് കേസിലെയും ടൈം ഡിസ്പ്ലേസ്മെന്റ് കർവ് ഒക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി. സോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പഠിച്ചു. അതായത് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ ഓസിലേഷൻ വിൽ ഗോ ഓൺ ഫോർ 4 hours. ഇൻഫിനിറ്റ് ടൈം വരെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഓസിലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ബട്ട് വാട്ട് ഈസ് ദ കേസ് ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ? ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ, എ ഡാമ്പിംഗ് ഫോഴ്സ് വിൽ ഓപ്പോസ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. This damping factor, or this damping force, is proportional to velocity and directed opposite to the motion of the particle. So we get that the total force acting on the particle which undergoing simple damped harmonic oscillator is, already we know that there is a restoring force which opposes the motion of a particle, and now today we get a damping force which is given by minus b dx by dt. So we derived this equation and reached a second order differential equation, which is a homogeneous second order differential equation which represented a damped harmonic oscillator. സോ ഇതൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അതായത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം.
And next, the second order, we find the solution for that second order differential equation by assuming that the solution is x equal to a raised to alpha t. Then we find what is, if x equal to a raised to alpha t, then we find that what is dx by dt, what is d square x by dt. Then we resubstitute back to our main differential equation, and we get solution for, we get two solutions for alpha, because alpha come from a quadratic equation. So we get two solutions for alpha. So we get two solutions for x also, x1 and x1 equal to a1 e raised to some terms into t, and x2 equal to e raised to a2 into some t. So we can write a general solution as sum of these two specific solutions, xt equal to first solution plus the second solution. This is the general equation which representing a damped harmonic oscillator. Okay. Okay. ഓക്കെ, അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലെങ്കിൽ, എന്തെങ്കിലും സ്റ്റെപ്പ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ പറയുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയുക, സാർ ആ പറഞ്ഞ സ്റ്റെപ്പ് എനിക്ക് മനസ്സിലായില്ല എന്ന് ധൈര്യമായിട്ട് പറയാം, കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പറയാം. ഓക്കെ ഓക്കെ. അശ്വന്ത് പറഞ്ഞില്ല, അശ്വന്തേ ഒന്ന് മൈക്കോണാക്കോ പ്ലീസ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലേ? ഓക്കെ. ഹലോ, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ലാംഗ്വേജ് ഒക്കെ എന്തെങ്കിലും മാറ്റാനുണ്ടോ? ലാംഗ്വേജ് മാറ്റാനുണ്ടോ? കുറച്ചുകൂടി ഇംഗ്ലീഷ് കൂട്ടണോ കുറയ്ക്കണോ, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? കേൾക്കുന്നില്ല, കുറച്ച് സ്ലോ ആക്കിയാന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അതാ പറയണ്ടേ, സ്പീഡ് ആവുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ നാളെ മുതൽ സ്ലോ ആക്കാൻ ശ്രമിക്കാം. അത് ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യം പറയുന്നതുകൊണ്ട്, എനിക്ക് ഓൾറെഡി ഞാൻ അറിയുന്ന കാര്യം പറയുന്നതുകൊണ്ട് സ്പീഡായി പോകുന്നതാണ്. ഓക്കെ, എന്തായാലും സ്ലോ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ആരാണ്? ഫാത്തിമ നദ, ഒന്ന് വോയിസ് ഓൺ ആക്കോ? ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡെറിവേഷൻ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കണം. എനിക്ക് എല്ലാവരുടെയും ലെവലൊന്നും അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും പഠിപ്പിച്ച സാധനങ്ങളൊക്കെ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ഉള്ളവരൊക്കെ നോക്കുക. അല്ലാത്തൊരു നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്, സിമ്പിൾ കാര്യങ്ങളാണ്. കാരണം ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അത്ര ടഫുള്ള പേപ്പറൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലായാലേ ചോദിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, കൂടുതൽ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡെറിവേഷൻ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൺസെപ്റ്റ്, എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ, എന്താണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, വാട്ട് ഈസ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, അതിൽ നിന്ന് വ്യത്യാസം എന്താണ്, കുറച്ച് പിന്നീട് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എന്താണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. സോ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് തമ്മിൽ ടൈം ഡിസ്പ്ലേസ്മെന്റ് കർവ് എങ്ങനെ വ്യത്യാസം വരുന്നത്, ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളാം. അപ്പോൾ ഓക്കെ, ബൈ.